നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒന്നും കാണാതെ ഇ ഡി ഇറങ്ങിത്തിരിക്കില്ല. പ്രത്യേകിച്ച് വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഇ ഡി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി മിന്നൽ റെയ്ഡ് നടത്തണമെങ്കിൽ കാലങ്ങളായി കേരളത്തിൽ ഉയരുന്ന ആക്ഷേപമാണ് BJPയും CPMും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. പ്രത്യേകിച്ച് ഇതിൻ്റെ മുഖ്യ കണ്ണിയായി പിണറായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം. ഇത്തരം ആക്ഷേപങ്ങൾ മാറ്റിക്കളയുക എന്ന് മാത്രമല്ല, ഒടുവിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ ഡി ഇപ്പോൾ കുതിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നു. ഇ ഡി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ SFIയുടെ ചില കണ്ടെത്തലുകളുണ്ട്. അതിൽ സുപ്രധാനമായ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. CMRLന് IT സേവനം നൽകിയതിൻ്റെ രേഖകൾ SFIO വീണ വിജയനോട് ചോദിച്ചപ്പോൾ രേഖകളൊന്നുമില്ല എന്നായിരുന്നു വീണ വിജയൻ്റെ മറുപടി. ആശയവിനിമയമൊക്കെ ശശിധരൻ കർത്തയുമായി നേരിട്ട്, മറ്റു രേഖകളൊന്നും തങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് SFIയോട് വീണ വിജയൻ പറഞ്ഞത്. എക്സാലോജി കമ്പനിയുടെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ SFIO ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരം മിനിറ്റ്സുകൾ ഇപ്പോൾ തങ്ങളുടെ കൈവശമില്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടിയതാണ്. ഇതായിരുന്നു വീണയുടെ മറുപടി. കമ്പനിയിലെ കമ്പ്യൂട്ടറിൽ ആശയവിനിമയത്തിൻ്റെ ഒരുവിധ രേഖകളും ഉണ്ടായിരുന്നില്ല. SFIO എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇതേ അന്വേഷണ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണത്തിൽ നിർണായക തെളിവുകളായി സ്വീകരിച്ചത്. CMRLൽ നിന്ന് ഏകദേശം 2.78 കോടി രൂപ കൈപ്പറ്റി. എങ്കിലും വീണയോ എക്സാലോജി കമ്പനിയോ എന്തെങ്കിലും സേവനം CMRLന് നൽകിയതായി ഒരു രേഖയും വ്യക്തമാക്കുന്നില്ല. SFIO ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ CMRL കമ്പനിയിലെ ജോലിക്കാരോട് തിരക്കി. ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും എക്സാലോജി കമ്പനി തങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്തു എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എക്സാലോജിക്കിൽ പ്രവർത്തിച്ച ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴും CMRL കമ്പനിക്ക് വേണ്ടി ഒരുവിധ സേവനങ്ങളും തങ്ങൾ നൽകിയില്ല എന്നായിരുന്നു അവരുടെ മൊഴി. CMRLൻ്റെ IT മേധാവി ഇക്കാര്യം സ്ഥിരീകരിച്ചു. വീണയോട് SFIO ഏതെങ്കിലും തലത്തിലുള്ള IT സേവനം നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ കൺസൾട്ടൻസി മാത്രമായിരുന്നു എന്ന് മറുപടി. വീണ വിജയന് വലിയ നിലയിലുള്ള IT കൺസൾട്ടൻസി നടത്താൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. എന്നാൽ മറുവശത്ത് CMRL കമ്പനിക്ക് വീണ വിജയൻ്റെ എക്സാലോജിക് സേവനം നൽകിയതാണ് എന്ന് CPM ആവർത്തിച്ച് അവകാശപ്പെടുന്നു. IT കൺസൾട്ടൻസി സേവനത്തിൽ എന്താണ് അനുഭവപരിചയം എന്ന് വീണ വിജയനോട് SFIO ചോദിച്ചപ്പോൾ മറുപടി കൃത്യം. CMRL അല്ലാതെ മറ്റെവിടെയും ഇക്കാര്യത്തിൽ അനുഭവ പരിചയമില്ല. CMRLന് അയച്ച ഇമെയിലുകൾ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരാമോ എന്ന SFIOയുടെ ചോദ്യം. നേരിട്ട് സംസാരിക്കുന്നതിലായിരുന്നു CMRL മാനേജ്മെൻറ്റിന് താൽപ്പര്യം. അതുകൊണ്ട് ഇമെയിൽ അത്തരം ആശയവിനിമയങ്ങൾ നടത്തിയില്ല എന്ന് വീണ വിജയൻ അന്ന് മൊഴി കൊടുത്തിരുന്നു. IT കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഞാൻ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും സെർവറും HR സോഫ്റ്റ്വെയറും പരിപാലിക്കുന്നതിനുള്ള ഉപദേശം നൽകി എന്നാണ് വീണ വിജയൻ മൊഴി കൊടുത്തത്. വീണ വിജയൻ്റെ ഇത്തരമൊരു ഉപദേശത്തിന് 2,78,00,000 രൂപ വിലയോ? എന്നാൽ പ്രത്യുപകാരമായി ശശിധരൻ കർത്ത ബഹുകോടികൾ അടിച്ചെടുത്തു. ഏകദേശം 1,600 കോടി രൂപയുടെ കരിമണൽ ഖനനമാണ് കർത്ത അനധികൃതമായി പിന്നീട് മേഖലയിൽ നിന്ന് നടത്തിയത്. സ്വാഭാവികമായി വീണ വിജയന് അനർഹമായ പണം നൽകി പിതാവിൽ നിന്ന് ആനുകൂല്യം പറ്റിയെന്ന് വ്യക്തം. ഇവിടെയാണ് ഇ ഡി ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നതും. 2019 ഇൻകം ടാക്സ് റെയ്ഡോടുകൂടി ഇവർ സേവനമനുഷ്ഠിച്ചു. ഈ ചോദ്യവും SFIO ഉയർത്തി. അതിന് വീണയുടെ മറുപടി, ഇൻകം ടാക്സ് റെയ്ഡുമായി ഞങ്ങളുടെ സേവനത്തിന് ബന്ധമില്ല. സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നതിന് പകരം നിലവിൽ വിപണിയിലുള്ള ERP സോഫ്റ്റ്വെയർ വാങ്ങുന്നതാണ് നല്ലത് എന്ന് ഇരുകൂട്ടരും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്മാറി. 3 കോടിയോളം കൈപ്പറ്റി യാതൊരുവിധ സേവനങ്ങളും നൽകാതെ ഒടുവിൽ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ വാങ്ങിയാൽ മതി എന്ന ഉപദേശം കൊടുത്ത വീണയുടെ ആ മഹാമനസ്കതയുണ്ടല്ലോ. വീണ്ടും പണമൊന്നും ആവശ്യപ്പെടാത്ത മഹാമനസ്കത. അതിനെയാണ് ഇ ഡി ഇപ്പോൾ സംശയിക്കുന്നത്. SFIയുടെ വിശദമായ റിപ്പോർട്ട് ഇ ഡിക്ക് മുന്നിലുണ്ട്. ഇതിന് സമാന്തരമായി അന്വേഷണം നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രധാനമായ ചില നിഗമനങ്ങളിലെത്തി. അതിൻ്റെ തുടർച്ചയായിരുന്നു 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ എന്ത് കണ്ടെത്തി എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. റെയ്ഡ് സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് ഇ ഡിയുടെ കൊച്ചിൻ ഓഫീസിൽ ഇന്നലെ പൂർത്തിയായി.
പിടിച്ചെടുത്ത രേഖകളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനയടക്കം അവർ നടത്തി. ഇനി പൂർണ്ണമായി പരിശോധിക്കേണ്ടത് വീണയുടെ മൊബൈൽ ഫോണാണ്. ഈ ഫോൺ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശവും. രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് ഇഡി മുന്നോട്ട് വയ്ക്കുന്നത്. ഡയറക്ടറേറ്റിന് ഇത് സംബന്ധിച്ച റിക്വസ്റ്റ് കൊച്ചിൻ ഓഫീസ് നൽകിക്കഴിഞ്ഞു. എക്സാലോജിക്കുമായി മാത്രമല്ലല്ലോ ഇടപാട്, നിരവധി രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയില്ലേ എന്ന് CPM ചോദിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പണം വാങ്ങി എന്ന ഡയറക്ട് കുറിപ്പിനപ്പുറത്തേക്ക് ഇഡിയുടെ അന്വേഷണം എത്തിയിട്ടില്ല. മറിച്ച് ഒരുവിധ സേവനവും നൽകാതെ വീണ വിജയൻ കമ്പനി അക്കൗണ്ടിൽ പണം വാങ്ങി പിന്നീട് ആ പണം തൻ്റെ പേരിലേക്ക് മാറ്റി എന്തു ചെയ്തു? ഇവിടെ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. SFIO റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഹൈക്കോടതിയിൽ നേരത്തെ ഇഡി ഹാജരാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരുന്നു ഹൈക്കോടതി ഇഡിയോട് കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞതും. എക്സാലോജിക്കിന് പുറമെ നിരവധി പണമിടപാടുകൾ ഇവർ നടത്തിയില്ലേ എന്ന ചോദ്യത്തിനും ഇഡിയുടെ പക്കൽ ഉത്തരമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് വീണ വിജയൻ്റെ കേസന്വേഷണമാണ്. ഇത് പൂർത്തിയാക്കട്ടെ. റിവ്യൂ മീറ്റിംഗിന് ശേഷം അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സ്വത്ത് മരവിപ്പിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. റെയ്ഡിൽ 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയാണ് ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. CMRൽ നിന്ന് 2.72 കോടി എക്സാലോജി കൈപ്പറ്റി. പിന്നീട് ഈ പണം എന്തു സംഭവിച്ചു, ആർക്ക് കൈമാറി എന്നതിലാണ് ഏറ്റവും മുഖ്യമായ അന്വേഷണം. എന്നാൽ പഴയ രേഖകളൊന്നും വീണയുടെ പക്കലില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇനിയുള്ള നീക്കങ്ങളിൽ മുഖ്യം വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യലിൽ ശശിധരൻ കർത്തിയെ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. വീണ വിജയനെ ഒറ്റയ്ക്കിരുത്തിയും പിന്നീട് ശശിധരൻ കർത്തയുമായി ഒരുമിച്ചിരുത്തിയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇനി ചോദ്യം ചെയ്യലുണ്ടാകും. റെയ്ഡിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ നിർത്തിപ്പൊരിക്കുന്ന ചോദ്യങ്ങൾക്കാവും ഇഡി രൂപം കൊടുക്കുക. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വിവരങ്ങൾ തന്നെയായിരിക്കും ഇനി ഏറ്റവും സുപ്രധാനം. വീണയുടെ വ്യക്തിഗത മൊബൈൽ ഫോണും CMRൽ MD ശശിധരൻ കർത്തയുടെ ഓഫീസിൽ നിന്നും വസതിയിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പും വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇഡി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കഴിഞ്ഞു. ഡിലീറ്റ് ചെയ്യപ്പെട്ട ഇമെയിലുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകൾ എന്നിവ വീണ്ടെടുക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ചാറ്റുകൾ മിക്കവയും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ശക്തമായ തെളിവുകളോടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പദ്ധതിയിടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ 200-ലധികം രേഖകൾ കണ്ടെടുത്തു എന്ന് ഇഡി വ്യക്തമാക്കുന്നു. കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ, എക്സാലോജിക്കിന് പണം നൽകിയതിൻ്റെ ബാങ്ക് വൗച്ചറുകൾ, ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ രേഖകളുടെ പകർപ്പുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. സുപ്രധാനമായ മറ്റൊരു വിവരവും പുറത്തുവരുന്നു. വീണ വിജയന് HDFC ബാങ്കിലുള്ള ഒരു ലോക്കർ. ഈ ലോക്കർ വീണയുടെ സാന്നിധ്യത്തിൽ തുറക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഇഡി ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ HDFC ബാങ്കിലെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. ഇതിൽ 2 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമേയുള്ളൂ. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിൽ വീണയുടെ പേരിന് പുറമെ മറ്റു ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ചുരുക്കരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേരുകളെ കേന്ദ്രീകരിച്ച് ഇഡി ഇപ്പോൾ ശക്തമായ അന്വേഷണം തുടരുന്നില്ല. ആദ്യം വീണ വിജയനെതിരെയുള്ള കേസ് കൂടുതൽ കടുപ്പിക്കട്ടെ എന്നാണ് ഇഡിയുടെ നിലപാട്. കർത്തിയുടെ ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ള ചില വിദേശ പണമിടപാടുകൾ, ഇതുമായി വീണ വിജയനോ പിണറായി വിജയനോ പങ്കുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നു. മാസപ്പടി കേസ് കേവലം ഒരു കമ്പനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് ഇഡി ഉറപ്പിക്കുന്നു. കൊച്ചിൻ ഓഫീസിൽ ഇന്നലെ ഇഡി യൂണിറ്റ് അവലോകനം നടത്തി. കേസിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. തെളിവുകൾ പൂർണ്ണമായി പരിശോധിച്ച ഇഡി വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. 2 ദിവസത്തിനുള്ളിൽ വീണയെ കൊച്ചിൻ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പദ്ധതി. കേസന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇതിനിടയിൽ CMRൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കും. അപ്പീലിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെ തുടർ നടപടികൾ വിലക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. കേസിലെ പ്രധാന കണ്ണിയാണ് വീണ വിജയൻ. CMRൽ കമ്പനി MD SN ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത, കമ്പനിയിലെ സാമ്പത്തിക IT വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും വീണയ്ക്കൊപ്പം ചോദ്യം ചെയ്യാനായി ഇഡി വിളിപ്പിച്ചു വരുത്തും. CMRൽ കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്.
കമ്പനി രേഖകളിൽ ഏകദേശം 130 കോടിയുടെ വ്യാജ ചെലവുകൾ അന്ന് കണ്ടെത്തി. ശശിധരൻ കർത്തയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക്കിന് വൻതോതിൽ പണമൊഴുകി. കൃത്യമായ തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജിക് കമ്പനിക്ക് ഈ സ്ഥാപനം 50 ലക്ഷം രൂപ വരെ വായ്പയായി നൽകി. കോർപ്പറേറ്റ് നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു ഇത്തരം നീക്കങ്ങൾ. അഴിമതി പണമാണ് വീണ വിജയന്റെ കയ്യിലെത്തിയത് എന്ന് ഇ ഡി ഉറപ്പിക്കുന്നതിങ്ങനെ. അത്ര ഭദ്രമല്ല കാര്യങ്ങളെന്ന് വ്യക്തം. എപ്പോൾ വേണമെങ്കിലും വീണ അറസ്റ്റിലാകാം. എല്ലാ തെളിവുകളും കയ്യിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ഇ ഡിയുടെ ഓരോ നീക്കവും. കേന്ദ്ര സർക്കാർ എല്ലാം വീക്ഷിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ തികഞ്ഞ ജാഗ്രതയും പുലർത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.